നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ക്ലോസിംഗ് ടെക്നിക്സ്. ക്ലോസിംഗ് ടെക്നിക് നല്ല പ്രോസ്പെക്റ്റിനെ കണ്ടെത്തി പ്രസൻറ്റേഷൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഔട്ട്കമാണ് സെയിൽസിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. എങ്കിലും എല്ലാവരും എല്ലാ ട്രെയിനിങ് സെഷനുകളിലും പല ഫോൺ കോളിലും ചോദിക്കാറുണ്ട്, സർ ചില ക്ലോസിംഗ് ടിപ്സുകൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, ക്ലോസിംഗ് ടെക്നിക്കുകൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത്. ശരിയാണ്, നമ്മൾ കസ്റ്റമറെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും ക്ലോസിംഗ് ചെയ്യാൻ പറ്റുന്നത്. അതിനായിട്ട് ഒരു 5 ക്ലോസിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ 5 ക്ലോസിംഗ് ടിപ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് നൗ ഓർ നെവർ. എങ്ങനെ? നൗ ഓർ നെവർ. ഒന്നെങ്കിൽ ഇപ്പോൾ, ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല സർ. എങ്ങനെയാണത്? സർ ഇത് ലാസ്റ്റ് പീസാണ്. ഇപ്പോഴാണെങ്കിൽ സർ വി ക്യാൻ ഡു ഇറ്റ്, ഓക്കെ. അതല്ലെങ്കിൽ സർ ഇന്നും കൂടെ മാത്രമുള്ള ഓഫറാണ്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ ഓഫറാണ് സർ, സോ വി ക്യാൻ ക്രിയേറ്റ് അർജൻസി. അവിടെ യൂസ് ചെയ്യേണ്ടതാണ് നൗ ഓർ നെവർ. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് സമ്മറൈസ് ക്ലോസിംഗ്. സമ്മറൈസ്. നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും കസ്റ്റമർ നമ്മൾ പറയുന്നത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും. ശരിയാണ്, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന്, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പല രീതിയിൽ കസ്റ്റമർ പല പോയിൻറ്റ്സിൽ നമ്മളോട് അംഗീകരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഈ സമ്മറൈസ് ക്ലോസിംഗ് ടെക്നിക്കിൽ ചെയ്യുന്നത്? അവരേതൊക്കെ പോയിൻറ്റിലാണോ നമ്മൾ പറഞ്ഞത് അംഗീകരിച്ചിരിക്കുന്നത് ആ പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഈ നോട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ക്ലോസിംഗ് പീരീഡ് എത്തുമ്പോൾ ആ പ്രസൻറ്റേഷൻ്റെ അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പോയിൻറ്റ്സിനെ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ പറയും, ഓക്കെ സർ, അപ്പോൾ ഓക്കെ അല്ലേ, നമ്മളിത് എടുക്കുകയല്ലേ എന്ന് വി വിൽ ആസ്ക് ഫോർ ദ ഓർഡർ. ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് സമ്മറൈസ് ക്ലോസിംഗ് ടെക്നിക്. മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ്. എന്താണ് ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ്? കസ്റ്റമർ നമ്മളുടെ പ്രസൻറ്റേഷൻ എടുത്തുകൊണ്ട് പ്രൈസ് പറഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് ചോദിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇത്ര രൂപ കുറച്ച് തരാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുക. നമ്മളെന്ത് ഷാർപ്പായിട്ട് തിരിയുകയാണ്. അവിടെ നമ്മൾ പറയുകയാണ്, ഓക്കെ, നമ്മൾ ഒറ്റയടിക്ക് ഒരു നെഗോസിയേഷന് നിൽക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുകയാണ്. ആൻഡ് വി വിൽ ആസ്ക് ഫോർ ദ ഓർഡർ. ഓക്കെ സർ, ഞാൻ ആ ഡിസ്കൗണ്ട് തന്നാൽ സാർ എടുക്കുമല്ലോ അല്ലേ? അതല്ല എങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ, നാളെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ, നാളെ ഞാൻ ഡെലിവറി ചെയ്താൽ എടുക്കുകയാണല്ലോ അല്ലേ? ഇതാണ് ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ്. കസ്റ്റമർ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ വി വിൽ ആസ്ക് ഫോർ ദ ഓർഡർ. അതാണ് ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ്. നാലാമത്തെ ടൈപ്പ് ഓഫ് ക്ലോസിംഗ് മെത്തേഡാണ് പപ്പി ഡോഗ് ക്ലോസിംഗ്. നമ്മൾ ഈ പെറ്റ് ഷോപ്പിലൊക്കെ ചെല്ലാറില്ലേ? പെറ്റ് ഷോപ്പിലൊക്കെ ഈ വീട്ടമ്മമാരൊക്കെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും, ഇതിനെ ഒന്ന് നോക്കും. നോക്കുന്ന സമയത്ത് തന്നെ ആ സെല്ലർ എന്തെടുക്കും? ഇതിനെ എടുത്ത് അവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. ആ പെറ്റ് ഷോപ്പിൽ ഇവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സമയമൊക്കെ ഈ വീട്ടമ്മ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ പട്ടിക്കുട്ടിയെ കയ്യിൽ വെച്ച് താലോലിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഒരു 15 അല്ല 20 മിനിറ്റിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം ആ പട്ടിക്കുട്ടിയെ ആ സെല്ലർ തിരിച്ചു ചോദിക്കുമ്പോൾ അത് സ്വന്തം ജീവൻ തിരിച്ചു ചോദിക്കുന്ന പോലെയാണ് ആ വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ്, ഈ 15 മിനിറ്റ് കൊണ്ട് വല്ലാത്തൊരടുപ്പം ആ പർട്ടിക്കുലർ പട്ടിക്കുട്ടിയോട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനോട് ആ കസ്റ്റമർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് തിരിച്ചു കൊടുക്കാൻ ഒരു കസ്റ്റമറും തയ്യാറാകുകയില്ല. ആ ടൈപ്പ് ഓഫ് ക്ലോസിംഗ് മെത്തേഡിന് പറയുന്നതാണ് പപ്പി ഡോഗ് ക്ലോസിംഗ്. പല കമ്പനികളും പല കാറ് കമ്പനിക്കാരും ഇത് ചെയ്യാറുണ്ട്. അവരുടെ ഡെമോ കൊടുക്കാൻ നേരം അതിൽ നിന്ന് കസ്റ്റമർ ഇറങ്ങി പോകുന്ന സമയത്ത് ദേ ഫീൽ സംതിങ് ലൈക്ക് അത് ഞങ്ങൾക്ക് വേണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാറുണ്ട്. സോ ഗിവ് ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ. അവർക്ക് ആ ഫീൽ കിട്ടിക്കഴിയുമ്പോൾ അതിനെ തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലോസിംഗ് ആണ് പപ്പി ഡോഗ് ക്ലോസിംഗ്. അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ക്ലോസിംഗ് മെത്തേഡാണ് ടേക്ക് എവേ ക്ലോസിംഗ്. അതായത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഓപ്ഷൻ കാണിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു കാറ്, ഈ കാറിൻ്റെ ഡെമോ നമുക്ക് ഡ്രൈവ് തരുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്നത് ഫുൾ ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ അതിൻ്റെ അകത്തൊരു ഡിസ്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈസ് റിഡക്ഷൻ ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? ഓക്കെ സർ, ആ ഫീച്ചർ നമുക്ക് കട്ട് ചെയ്യാം, ഇത് വേണ്ട, ഇത് കട്ട് ചെയ്താൽ സാർ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഫീച്ചേഴ്സായിട്ട് അതിൽ നിന്ന് എടുത്തു മാറ്റും. അതാണ് ടേക്ക് എവേ ക്ലോസിംഗ്. ഇത് കസ്റ്റമർക്ക് ഒരിക്കലും സഹിക്കില്ല. അവർ കണ്ടിരിക്കുന്നത് അത് അവരുടെ വിഷ്വലിലേക്ക് വന്നു കഴിഞ്ഞു, അവരത് നേരിട്ട് അനുഭവിച്ച് കഴിഞ്ഞു. ഇനി അത് തിരിച്ചെടുക്കാൻ അവർ സമ്മതിക്കില്ല. അതിനാണ് നമ്മൾ പറയുന്നത് ടേക്ക് എവേ ക്ലോസിംഗ്. 5 ടൈപ്പ് ഓഫ് ക്ലോസിംഗ് മെത്തേഡ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല രീതിയിൽ പല വഴിയിൽ കൂടി നമുക്ക് കസ്റ്റമറെ ക്ലോസിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൽ ചെറുതായിട്ട്
ചെറിയൊരു നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വിക്ക് തിങ്കിങ്ങിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റത്തിൽ കൂടി കസ്റ്റമറെ കൊണ്ട് അപ്പോൾ ചെക്ക് എടുപ്പിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ ട്രൈ ദീസ് ടെക്നിക്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ യുവർ പ്രൊഡക്റ്റ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.